ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നോമ്പിൻ്റെ തലേ ദിവസം തന്നെ നമ്മൾ പെരുന്നാൾക്കൊക്കെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുമല്ലോ. അപ്പോൾ ഞങ്ങൾ തലേ ദിവസത്തെ വീഡിയോ കുറച്ച് എടുത്തിരിക്കണം. അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണ് ഇന്നിട്ടത്. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റത്തെ നോമ്പല്ലേ, ഒന്ന് കുറച്ച് പത്തിരിയൊക്കെ ഉണ്ടാക്കാമെന്നില്ലേ ഒരുക്കാം കേട്ടോ. അങ്ങനെ പത്തിരി ഉണ്ടാക്കുകയാണ്. പിന്നെ ഞങ്ങൾ നോമ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ 2-3 ദിവസം മാത്രമേ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുട്ടികൾക്കൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് വേറെ പല കടികളുമാണ് ഉണ്ടാക്കിയത്. ഒന്ന് ലാസ്റ്റായപ്പം മറിഞ്ഞ് നമുക്ക് പത്തിരി ഉണ്ടാക്കാം. കുറച്ച് പത്തിരി ചിക്കൻ കറി മാത്രമേ ഒന്ന് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ എണ്ണക്കടികളൊന്നും ഉണ്ടാക്കണില്ല. അപ്പം എനിക്ക് സമയമല്ല, ഇറച്ചിയൊക്കെ കൊടുന്നിരിക്കണം. അപ്പം അതിന്മേലും കുറച്ച് പണികളൊക്കെ എടുക്കണ്ട. അപ്പം ഇത് മാത്രം ആണ് തുറക്കാണ്ടാക്കണത്. അങ്ങനെ ഒരു 2-2:30 ആയപ്പത്തിന് തന്നെ ഞാൻ പത്തിരിക്ക് പൊടിയൊക്കെ വാട്ടി കുഴച്ച് പ്രസ്സിലൊക്കെ അമർത്തി ഇടുകയാണ് കേട്ടോ. അപ്പം അമ്മ വന്ന് പരത്തിങ്ങാണ്ട് ചുട്ടരും. ആ പണി ഉമ്മാക്കുള്ളതാണ്. ഇനി എനിക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമല്ലോ. ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നാളികേരം അരച്ച് വറുക്കണമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പണികളൊക്കെ ഞാനും ചെയ്യും. അങ്ങനെ പെരുന്നാൾക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടു വെച്ച് ഞാനതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞു കേട്ടോ. ബാക്കി ഇത് മാത്രം തന്നെ ഉള്ളൂ. അതൊന്നും വീഡിയോയിൽ പെട്ടിട്ടില്ല. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആയി തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നപ്പോൾ പള്ളിക്കുന്ന് വന്നപ്പോൾ ഇപ്പോൾ ഒരു പീസ് ഹലുവയൊക്കെ കൊടുന്നിരുന്നു. അപ്പോൾ എല്ലാവർക്കും അത് കട്ട് ചെയ്യാണ്. പല പീസ് എടുക്കാതെ ഇറങ്ങാണ്ട് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാണ്. ഞങ്ങൾ പൊരിക്കടികളൊന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം അത് എല്ലാവർക്കും ഉമ്മയാണ് കട്ട് ചെയ്ത് ഇങ്ങോട്ട് വെക്കുന്നത്. അപ്പം നോമ്പ് തുറക്കാനുള്ളതൊക്കെ റെഡി ആയപ്പോൾ ഞാൻ ബീഫൊക്കെ കൊടുന്നിട്ട് നമുക്ക് പിറ്റേ ദിവസത്തിനില്ല ഉപ്പാക്ക് കുറച്ച് ആടിൻ്റെ ഇറച്ചിയാണ് കേട്ടോ കൊടുക്കണം. ഞാനത് വെക്കുകയാണ്. നമ്മൾ സാധാ കുരുമുളക് ഇട്ട് വെക്കണ പോലെ ഒന്നല്ല, നമ്മൾ ബീഫ് വെക്കണ അതേ രീതിയിൽ തന്നെയാണ് ഉപ്പാക്കില്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും കുക്കറിലിട്ട് വിസിലടുപ്പിച്ച് വെച്ചാൽ പിന്നെ രാവിലെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അങ്ങനെ ഓരോന്നോരോന്ന് ഞാൻ പിറ്റേ ദിവസത്തിനുള്ളതും റെഡിയാക്കുന്നുണ്ട്.
തുറക്കൽ കഴിഞ്ഞ് അതൊന്നും വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ. ഫുഡ് കഴിക്കണമൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ പെരുന്നാളുടെ അന്ന് പരിച്ചൊക്കെ നീച്ചിട്ടുള്ള വീഡിയോ ആണിത്. പാലുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതെടുത്ത് പാല് കാച്ചി കുറച്ച് നേരത്തെ തന്നെ നീച്ചത് കഴിഞ്ഞു. പിന്നെ ആർക്കും ബിരിയാണി നിന്നത് താല്പര്യമില്ല കേട്ടോ. അപ്പോൾ നോമ്പ് കഴിഞ്ഞപ്പോൾ തേങ്ങാച്ചോറ് മതിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാച്ചോറാണ് വെക്കുന്നത്. പിന്നെ പരിപ്പും തക്കാളിയും കറിയും പപ്പടം പൊരിക്കണം, ബീഫ് വരട്ടുമാണ് കേട്ടോ. പിന്നെ മക്കൾക്ക് കുറച്ച് ബിരിയാണി ഉണ്ടാക്കണം. അതാണ് ഞങ്ങൾ പെരുന്നാൾക്ക് ഉണ്ടാക്കണ ഫുഡ്. പിന്നെ ചെറുപയറിൻ്റെ പായസം. പിന്നെ ഞങ്ങൾക്ക് എനിക്കും കുട്ടികൾക്കും വീട്ടിലേക്ക് പോകും വേണം. പിന്നെ അധികം വരാനൊന്നും ഇല്ല കേട്ടോ. വരാനില്ല എന്നല്ല, നാത്തുമാരും കുട്ടികളും ഉമ്മാനെ കാണാനൊക്കെ വരും. ഉമ്മാനിപ്പാനെ അപ്പോൾ ഒരു വന്നാലും ഒരു ചോറൊന്നും വേണ്ടായിരുന്നില്ല. പിന്നെ അവർക്ക് കുറച്ച് പായസം കൂടുതൽ വെച്ചിരുന്നു. പിന്നെ ഞങ്ങളും പോവല്ലേ, പിന്നെ രാത്രി ഇവരാരും കഴിക്കൂല. അപ്പോൾ കുറേശ്ശെ തന്നെ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ സുട്ടും കാക്കും ഉമ്മയും പള്ളിക്ക് പോകണം. ഇപ്പം മുന്നിൽ പോയിക്കുണ്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ 7 മണിക്ക് തന്നെ പോയിക്കണം. ഇവർ പോകാൻ വേണ്ടി ഒരുങ്ങി റെഡി നിൽക്കണം.
ഫുഡൊക്കെ റെഡിയായി. ഫുഡ് കഴിക്കണമെന്ന് എടുക്കാൻ പറ്റിയില്ല, മറന്നു കേട്ടോ. അപ്പോൾ കാക്കുവിൻ്റെ ചങ്ങന്മാരൊക്കെ വന്നതിനപ്പോൾ ശ്രദ്ധ വിട്ടതാണ്. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.